ഹലോ, ഗുഡ് മോർണിംഗ്. സൗന്ദര്യ സുപ്രഭാതം കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. നമുക്കിപ്പോൾ അടുക്കളയിൽ പണിയിലേക്ക് കിടക്കാൻ പോവാണ്. നമ്മുടെ മക്കൾക്ക് രണ്ടാൾക്കും, മക്കൾക്കെന്ന് പറഞ്ഞാൽ രണ്ട് ആൺകുട്ടികൾക്കും നമ്മൾ അച്ചാറിട്ട് കൊടുക്കാൻ പോവാണ് ഉണ്ടാക്കുന്നത്. മോള് വന്നിട്ടുണ്ട്. അപ്പോൾ മോനും മരുമകനെല്ലാം മകനാണ്. നമ്മൾ മകനായിട്ടാണ് കണ്ടത്. ഇപ്പം മകൻ മക്കളെ മോനെയും മോളെയും കുഞ്ഞുവാവനെയും ആക്കിയിട്ട് പോവാണ്. പിന്നെ അവൾക്ക് 6 മാസത്തെ ലീവുണ്ട്. പിന്നെ ഒരു 3 മാസം കൂടി ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ അച്ചാറിട്ട് കൊടുത്തയക്കാൻ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു 4 കിലോ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അച്ചാറിടാം. നമുക്കിത് കഴുകി വൃത്തിയായിട്ട് കാണാം. അതുവരേക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കഴുകി കുഞ്ഞാക്കി മുറിച്ച് ഇങ്ങനെയൊക്കെ ആക്കി മുറിച്ച്, എന്നാലും കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നമുക്ക് കുഴക്കാം കേട്ടോ. ഇനിയുണ്ട് മഞ്ഞൾപ്പൊടി കേട്ടോ, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി കേട്ടോ, 2 സ്പൂൺ ഇനി ആക്കിക്കള. കുറച്ച് എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന്. ഗരം മസാലപ്പൊടി കേട്ടോ, മതി. ഇനി നമുക്ക് ഉപ്പിട്ട് ഇനി നമുക്ക് കുഴയ്ക്കാം. നമ്മൾ കുഴച്ച് സെറ്റാക്കിയാണ് നന്നായിട്ട് അമർത്തി വെച്ച്. ഇത് നമ്മുടെ കായം വെള്ളത്തിലിട്ടാണ് കേട്ടോ, കായപ്പൊടിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് മുളകും പുളിയും എന്ന് പറയണേ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മളിത് കുഴച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 4 കിലോനാണ് ഇതിലുണ്ടായത്. ഓൾറെഡി 5 കിലോ കൊണ്ടുവന്നതിന് 1 കിലോ നമ്മൾ ഇതാ കറിയൊക്കെ എടുക്കുന്നത്. ഞായറാഴ്ചയല്ലേ, ഇതൊന്ന് എടുത്ത് മാറ്റിയതാണ്. കാരണം വലിയ കാലിൻ്റെ പീസൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട് ഒഴിവാക്കി. അപ്പം ഒരു 4 കിലോ ഉണ്ടാവും അപ്പോൾ. അപ്പം നമുക്ക് അച്ചാറിടാം. അടിച്ചോ. ഹലോ ഗൈസ്, നമ്മുടെ ചിക്കനില്ലേ ഓൾറെഡി തോനിട്ടപ്പം ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഇറങ്ങി. വെള്ളം ഇറങ്ങിയപ്പം കുറച്ച് സമയം എടുത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറയാം, ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് വെറുതെ ഒന്ന് ഇതാക്കി. അതിന് വെള്ളം കരിഞ്ഞ കണ്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിവാക്കി പിടിക്കുക എന്നുള്ളതാണ് പൊരിക്കുമ്പോൾ. പക്ഷേ ഈ വെള്ളം നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിക്കും എന്ന് വിചാരിക്കും. ഇല്ല, വെള്ളം ഒന്നും അധികം ആക്കൂല, നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പം വെള്ളം അധികം ഇല്ലാണ്ട് നമുക്ക് റെഡിയാക്കണം. ഓക്കെ, നല്ല മരുന്നിട്ട്. ഹലോ ഗൈസ്, നമ്മൾ ഒരു ട്രിപ്പ് പൊരിച്ച് വെച്ച് ഒരു ട്രിപ്പ് ഇതാ അടുപ്പത്തേക്ക് ഇട്ടുണ്ട്. നമുക്ക് അബദ്ധം പറ്റിയതാണ്. ഇപ്പോൾ ഇതെങ്ങനെ ആക്കിയപ്പോൾ കണ്ടില്ല ഇതിൽ വെള്ളം. ആ വെള്ളമൊക്കെ വെളിച്ചെണ്ണ കിടന്ന് വറ്റിയതിൻ്റെ ശേഷമാണ് ഈ ആൾ ഇങ്ങനെ ആയത്. ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല. കുറേ ആയി ചിക്കൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മറന്നുപോയി. ഇത് ചിക്കൻ വെന്ത വെള്ളാട്ടോ. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ച് ഇത് നമ്മൾ കായം കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട്
അതങ്ങോട്ട് വരട്ടിട്ട് എന്നിട്ട് നമുക്ക് ഇതിൽ ചേർക്കണം. എന്നാലും ചിക്കൻ്റെ ടേസ്റ്റാണ് ഇതൊക്കെ. നമ്മുടെ ചിക്കൻ വെള്ളം ഇങ്ങനെ കുറുക്കി കഴിഞ്ഞ് ഇത് ഓഫാക്കാം. ലാസ്റ്റ് ട്രിപ്പ് പൊരിഞ്ഞുകൊണ്ടിരിക്കണം. ഗൈസ് നമ്മളൊക്കെ പൊരിച്ച് കോരി അടുപ്പ് ഓഫാക്കിയില്ല, ഒന്ന് ഓഫാക്കിക്കളാം. വെളിച്ചെണ്ണ ഒരുപാടുണ്ട്, നമുക്കിത് മാറ്റണം. ഗൈസ് നമ്മളിത് ഒരു കോപ്പ വെളിച്ചെണ്ണ ഇവിടെ മാറ്റിയിരിക്കുകയാണ്, ബാക്കി അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഇനി നമുക്ക് അതിലേക്ക് ഈ വെളുത്തുള്ളി കൊടുക്കാം. ഗൈസ് വല്ലാതെ ഒന്നും വെളുത്തുള്ളി ഇതാവണ്ട. അപ്പോഴേക്കും നമുക്കിതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂട്ടി കുഴച്ചതാക്കാം നമ്മുടെ ചിക്കൻ. ഇനി നമുക്കിത് പാളുന്നു. നമുക്ക് ഇതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നമ്മുടെ അച്ചാർ അടിപൊളിയായി എണ്ണൻ്റെ ഒരു ചുവ ഉണ്ടെങ്കിൽ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിക്കൻ്റെ ഇതുണ്ടല്ലോ അതും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. അതിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല, നമുക്ക് എണ്ണ ഇച്ചിരി വയ്ക്കാം. എണ്ണ ഇതാ അത്ര അധികം അതുപോലെ വെളുത്തുള്ളി അങ്ങനെ അതൊന്നും ചെയ്യട്ടെ. ആരും എൻ്റെ മക്കൾ 3 ദിവസം കൊണ്ട് തീർക്കുമെന്നായിരിക്കും. എനിക്ക് ചോറ് നമ്മൾ അച്ചാറുണ്ടാക്കി കൊടുത്തേക്കുക. കാരണം പെൺകുട്ടി അവിടെ ഓൾറെഡി ഉള്ള ഇങ്ങോട്ട് പോരും. നമ്മളെ നാട്ടിൽ നിന്ന് പറിച്ച കറിവേപ്പില ഇതൊന്നും ഉരിയതാണ്, നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചാറും പൊടി ഇട്ടാം. ഒരു പാക്ക് അച്ചാറും പൊടി ഇട്ടേക്കണം. ഇനി വേണമെങ്കിൽ ഒരു പാക്കറ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് തീ ഓഫാക്കട്ടെ, അല്ലെങ്കിൽ എന്തെല്ലാം കഴിഞ്ഞു പോകും. നമ്മുടെ അച്ചാറിൻ്റെ കൂട്ടോടെ റെഡി ആയിക്കൊണ്ടിരിക്കും. അതിനും കൂടി ഇടണോ വേണ്ടല്ലേ? എന്താണ് എൻ്റെ മക്കൾക്ക് എരിഞ്ഞു പോവുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഓൾറെഡി നമ്മുടെ ചിക്കനിലുണ്ട്, കിടക്കട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ ഈ നല്ല എന്തിനാണ് ചിക്കൻ്റെ സപ്പ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ ചിക്കനൊക്കെ അതിലിട്ടൊന്ന് കുഴച്ചിട്ടോ. അതിൽ നമുക്ക് എന്താ കായത്തിൻ്റെയും ചിക്കൻ്റെ എല്ലാ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇനി ഇത് നമുക്കൊന്നായിട്ട് അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടാം. ഡെക്സാമിൻ്റെല്ല ഹലോ ഗൈസ്, അപ്പം നമ്മുടെ അച്ചാറൊക്കെ നമ്മൾ ഇളക്കി കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാക്കാം. എരിവൊക്കെ ഒന്ന് ഇതിൽ നന്നായിട്ട് പിടിക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ അടുപ്പത്താണിത്, ഗ്യാസൊക്കെ കത്തുന്നുണ്ട്. ഇനി നമ്മളെ അച്ചാർ റെഡി എന്ന് പറയാൻ പറ്റൂല. അതിലേക്ക് മെയിനായ സാധനം ഈ സുറുക്ക, അത് നമുക്ക് ഒഴിച്ച് ഇളക്കി കൂട്ടാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ അച്ചാറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് സൂപ്പറായി. നമ്മൾ സുറുക്കൊക്കെ നന്നായി ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി സ്ട്രോങ് പോരെ, കുറവാണ്. അപ്പം നമ്മൾ ഇവിടെ ഉള്ളതും ഒഴിച്ചു. അങ്ങനെ നമ്മൾ അച്ചാർ ഇവിടെ റെഡി. ഷിപ്രട്ടോ. ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഉണ്ണിയേട്ടനെ കൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കിക്കുക. ഉണ്ണിയേട്ടന് അച്ചാറൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും കണ്ടോ കൂട്ടി കൂട്ടിക്കോ. ഡെക്സബേബി ചോറൊക്കെ തിന്ന് കിടക്കുക. എന്താ ഉണ്ണിയേട്ടാ അച്ചാറൊന്ന് ടേസ്റ്റ് നോക്കി പറഞ്ഞാണ്, ഞാൻ എന്നിട്ട് കറി കൊണ്ട് തരാം. ഹലോ, നിങ്ങൾ കഴിക്കണ ടേസ്റ്റ് നോക്കണം. നമുക്ക് ചിക്കൻ നമ്മൾ കുറച്ചെടുത്ത് പിന്നെ നമുക്ക് കറി കൂട്ടണ്ടേ. നമുക്ക് കറിക്ക് നിങ്ങൾ എന്താ കൊണ്ടു തന്നേ? 1 കിലോ ഞാൻ എടുത്ത് മുളകിട്ട് ഗൈസ്. നമ്മുടെ
ഷോ നല്ല സൂപ്പറാട്ടോ. നമ്മുടെ ഉണ്ണിയേട്ടൻ വരട്ടെ. ഒക്കെ നുള്ളി പുറത്തേക്ക് ഇത്തിരി ഇടും കേട്ടോ. എന്നിട്ടാണ് അങ്ങനെയല്ല ഉണ്ണിയേട്ടാ. ചോറ് കൂട്ടിയിട്ട് കഴിച്ചിട്ട് സാലിനൊക്കെ ഇത്തിരി കൂട്ടിക്കോ, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇനി എപ്പോഴാണ് അതൊന്ന് വായലിടുന്നത്? എന്നിട്ട് എങ്ങനെയെന്ന് പറയണേ, ഇങ്ങോട്ട് നോക്കി പറയണേ. 2 പിടി അപ്പുറം 3 പിടി അപ്പുറം വായലിട്ടിട്ട് എങ്ങനെ ഇങ്ങോട്ട് നോക്ക്. അടിപൊളി ഗൈസ്, ഇങ്ങനെ ഉണ്ടാക്കിന്നൊക്കെ പറയും. നിങ്ങളെല്ലാരും ശ്രുതിമോളും ഷീബിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ. കുട്ടിയാട്ടന് ശ്രുതിമോളും ശിവരി മാത്രമേ അറിയുള്ളൂ. ഹലോ ഗൈസ്, ഞാൻ അച്ചാറുണ്ടാക്കി കുഴങ്ങി ക്ഷീണിച്ച് പിന്നെ കാപ്പിയും മിച്ചറും അങ്ങനെ കണ്ട കുറച്ച് നുണപ്പലഹാരം. അപ്പം നമ്മൾ ചിക്കൻ അച്ചാർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കൊക്കെ നല്ല ഉണ്ടാക്കാൻ പറ്റും. ഡീസൻറ്റ് സൂപ്പറായിട്ട് കേട്ടോ. ഉണ്ണിയേട്ട വന്നപ്പോൾ ഇച്ചറയും കൂടി ചെറുക്കിയൊക്കെ ഇതിലെ സുൽക്കം മാറ്റി ഇതൊന്നും എടുത്ത് ഒഴിച്ച് കുറേ കൂടി ഉപ്പൊക്കെ ഇടിയിപ്പിച്ച് ഉപ്പിടാൻ പേടിയാവാം. എന്താ വെച്ചാൽ ഞാൻ ഉപ്പിട്ടാൽ കൂടിപ്പോകും. അപ്പോൾ മരുമകന് ഉപ്പ് അത്രയ്ക്ക് ഇഷ്ടമല്ല. മോനാണ് ഉപ്പ് വേണം എൻ്റെ മര്യ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് സൂപ്പറാക്കി. അപ്പം നമ്മുടെ വീഡിയോ എത്രയും കേട്ടോ. ബൈ, ലവ് യു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുണ്ടാക്കിയ അച്ചാർ നമ്മൾ കുട്ടിക്ക് ചോറ് വയ്ക്കാം. എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ കുറേ സമയമായിട്ടോ. ഏകദേശം ഇതിൽ ഇതൊക്കെ പിടിച്ചുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടി ചോറ് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ ടേസ്റ്റ് ഉണ്ട് എങ്ങനെയെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. കുറേ ഉണ്ട്. നമ്മളൊരിച്ചിരി നമ്മളൊടുത്ത് ഞാൻ അങ്ങനെ എന്തുണ്ടാക്കിയാലും ഞാനങ്ങനെ കഴിക്കാറില്ല. നമ്മൾ ചിരിക്കില്ലോ ഞാൻ കഴിപ്പിച്ചാൽ ഒരാൾക്ക് കൊടുക്കാണ്ടാക്കിയാൽ കിട്ടില്ല. നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് കഴിക്കാം. ഇത്ര മതി, ചോറ് മുഴുവൻ നമുക്ക് തിന്നാം. കുറച്ച് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാം കേട്ടോ. അപ്പം ടേസ്റ്റ് നോക്കുമ്പോഴേക്കാളും രസമായിരുന്നു. ഞാൻ ഇതിലും രസം പറഞ്ഞു. സൂപ്പറാണ്, അടിപൊളിയാണ്. നമ്മൾ ശംഖുപുഷ്പട്ട വെള്ളമാണ് കേട്ടത്. ശംഖുപുഷ്പം എല്ലാത്തിനും നല്ല തലച്ചോറിനും നല്ല ബുദ്ധിക്കും എല്ലാ അസുഖങ്ങൾക്കും എന്തൊക്കെ എനർജി ഡ്രിങ്കാണത് ആരോഗ്യത്തിന് നല്ലത്. അതിൻ്റെ ഇലയും വേരും വരെയും നല്ലതാണെന്ന് പറയുന്നത്. ആയുർവേദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ശംഖുപുഷ്പം വീട്ടിലുള്ളൊരു വെള്ളം തിളപ്പിച്ച് കഴിച്ചുകൊണ്ട് പിന്നെ നമുക്ക് എന്താണ് ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കാം. ചായ നമ്മുടെ വീഡിയോ കാണാം. വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗം ഞാൻ ഇതാണ് ഇടുന്നത്. ഇങ്ങനെ വെറൈറ്റി ആയില്ലേ? വെറൈറ്റി ആയി എഴുതുന്നു നമ്മൾ. യൂട്യൂബ് ഇതുവരെ 10 ദിവസം തന്നില്ല. ഞാനുണ്ട്, ഒരു യൂട്യൂബുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ആരില്ലാണ്ട് ഞാൻ ഇത്ര വരെ എത്തിച്ച് യൂട്യൂബ് നിങ്ങളർക്കും നമ്മൾ വാങ്ങിയിരിക്കും. എന്ത് സാലറി. അപ്പം നമ്മുടെ വീഡിയോ അതവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല അടിപൊളി ചിക്കൻ അച്ചാർ.